നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പൊളിച്ചെഴുത്തിൽ നമ്മൾ രാഷ്ട്രം എന്ന വിഷയം ചർച്ച തുടങ്ങി വെച്ചു. രാഹുൽ ഗാന്ധിയുടെ ആശയം, അതിന് പ്രധാനമന്ത്രിയുടെ തമാശ കലർന്ന രാഷ്ട്രീയ മറുപടി. രാഷ്ട്രീയ മറുപടി രാഷ്ട്രസംബന്ധിയായ മറുപടി അല്ലല്ലോ. എന്താണ് നമ്മുടെ രാഷ്ട്രം? രാഹുൽ ഗാന്ധി പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നോ സ്വാതന്ത്ര്യ സമരം? ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏതാണ് ആ ഭാരതം? ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പേരപ്പോൾ പറയാറുണ്ടോ? തമിഴ്നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ആര്? സുബ്രഹ്മണ്യ ഭാരതി പറയാറുണ്ടോ? ഇല്ല. കേരളത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേളപ്പൻ സമരം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്. മഹാത്മാഗാന്ധി ചെയ്തതും കേളപ്പൻ ചെയ്തതും സാവർക്കർ ചെയ്തതും മറ്റുള്ളവരെല്ലാം തന്നെ, തിലകനാണെങ്കിലും പണ്ഡിറ്റ് ഗോവിന്ദ വല്ലഭ് പന്താണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും എല്ലാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഏതാണ് ആ ഇന്ത്യ അഥവാ ഭാരതം? ആ ഭാരതമാണ് നമ്മൾ എന്നും ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഭാരതം ഇല്ലെന്നും, നേഷൻ എന്നുള്ള വാക്ക് ഭരണഘടനയിൽ തന്നെ ഇല്ലെന്നും, അതുകൊണ്ട് നേഷൻ ഇല്ലെന്നും, സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും, സംസ്ഥാനങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റായ യൂണിയനാണ് ഭാരതമെന്നും രാഹുൽ ഗാന്ധി ഇത്രയും കാലം കഴിഞ്ഞിട്ട് 10-75 വർഷത്തിന് ശേഷം ഒരു തിയറി മുന്നോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഭാരതത്തിൽ പല പല സംസ്കാരങ്ങളുണ്ട് എന്ന് പറയും. ഇല്ല. ഭാരതത്തിന് ഒറ്റ സംസ്കാരമേ ഉള്ളൂ. ഉത്തരേന്ത്യക്കാർ ചപ്പാത്തി കഴിക്കുന്നു, നമ്മൾ ചോറ് കഴിക്കുന്നു, അതുകൊണ്ട് വേറെ വേറെ സംസ്കാരമാണ്. എങ്ങനെ വേറെ സംസ്കാരമാകും? അവർ വേറെ വസ്ത്രം ധരിക്കുന്നു, നമ്മൾ വേറെ വസ്ത്രം ധരിക്കുന്നു. മലയാളി വലത്തോട്ട് മുണ്ടെടുക്കുന്നു, തമിഴൻ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നു, അതുകൊണ്ട് വേറെ വേറെ സംസ്കാരമാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ മണിക്കൂറുകൾ വെച്ച് സംസ്കാരം മാറുന്നവരാണ് എന്ന് വരും. രാവിലെ നമ്മൾ ചപ്പാത്തി തിന്നും, ഉച്ചയ്ക്ക് ചോറ് തിന്നും. ഇപ്പം രാവിലെ ഒരു സംസ്കാരം, ഉച്ചയ്ക്ക് വേറൊരു സംസ്കാരം എന്നാണ്. രാവിലെ നമ്മൾ വീട്ടിൽ മുണ്ടെടുക്കും, ആഫീസിൽ പോകാൻ നേരത്ത് പാൻ്റ് ഇടും. അപ്പോൾ എന്താ സംസ്കാരം മാറുന്നുണ്ടോ? നമ്മുടെ വേഷം, ഭാഷ, ഭക്ഷണം, ഇതൊന്നും സംസ്കാരത്തിൻ്റെ അടയാളങ്ങളല്ല. അതും കൂടെ ഉണ്ടാവാം എന്നേ ഉള്ളൂ. പക്ഷേ അത് വെച്ച് സംസ്കാരത്തെ തീരുമാനിക്കാൻ സാധ്യമല്ല. സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അനുവർത്തിച്ചു വരുന്ന മൂല്യങ്ങളുടെ സംഗ്രഹമാണ്. മൂല്യങ്ങളുണ്ടല്ലോ, പ്രാഥമികമായ മൂല്യങ്ങൾ ഒരു ജനതയുടെ. ഞാൻ ആന്ധ്രയിൽ വിശാഖപട്ടണത്ത് ജോലി ചെയ്യുമ്പോൾ ഇറ്റലിക്കാരനായ ഒരു എൻജിനീയറും എൻ്റെ കൂടെയുണ്ട്. അയാൾ എന്നോട് ചോദിച്ചു, ഇവിടെ സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ തോളത്ത് കൈവച്ചുകൊണ്ട് സംസാരിക്കാമോ? ഇതായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു പാടില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് വിശാഖപട്ടണത്ത് വരുന്നത്, ഞാനും ആദ്യമായിട്ടാണ് ഇറ്റലിയിൽ നിന്ന് വിശാഖപട്ടണത്ത് വരുന്നത്. എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കെങ്ങനെ പറയാം? നിങ്ങൾക്ക് വിശാഖപട്ടണത്തുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരി, പക്ഷേ നിങ്ങൾ മലയാളിയല്ലേ, കേരളത്തിൽ നിന്ന് വന്നതല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഭാരതീയനാണ്, അതുകൊണ്ട് ഭാരതത്തിൻ്റെ മൂല്യങ്ങൾ എനിക്കറിയാം. ഭാരതത്തിൽ സ്ത്രീകളോട് പെരുമാറേണ്ടത് എങ്ങനെ എന്ന് എനിക്കറിയാം. നിങ്ങൾ ഇറ്റലിയിൽ നിന്ന് വന്നു, ഇറ്റലിയിൽ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾക്കറിയാം, ഇവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഭാരതം മൊത്തം നമ്മളുടെ സംസ്കാരം ഒന്നാണ്. ഭാരതത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും എങ്ങനെ പെരുമാറണം, സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം, അച്ഛനമ്മമാരോടുള്ള നമ്മളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, പഠിപ്പിച്ച അധ്യാപകരോട്
അയൽവക്കക്കാരോട്, പ്രായത്തിൽ മുതിർന്നവരോട്, ഇതെല്ലാം നമ്മുടെ മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ ഭാരതത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാൽ ഒന്നാണ്, ഇല്ലേ? കൈനീട്ടം വിൽക്കുക, ആദ്യമായിട്ടൊരു കച്ചവടം, അതിൻ്റെ കാശ് കിട്ടി കഴിയുമ്പോൾ അത് നെറ്റിയിലോ കണ്ണിലോ ഒക്കെ വയ്ക്കും കടക്കാരൻ. നിങ്ങൾ നോക്കൂ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സകല കടക്കാരും ഇത് ചെയ്യും. നിങ്ങളൊരു സാധനം തൂക്കി മേടിക്കുന്നു, തൂക്കി ത്രാസിൽ ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ഒരു 4 പരിപ്പ്, ഒരു 5-6 അരി കൂടുതലിടും. വാശി എന്നൊക്കെ പറയും അതിന്. കാരണം ത്രാസിൻ്റെ കുഴപ്പം കൊണ്ടോ, നോട്ടത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, കട്ടിയുടെ കുഴപ്പം കൊണ്ടോ, എന്തെങ്കിലും കൊണ്ട് ഞാൻ കൊടുക്കുന്ന ഈ സാധനത്തിൽ കുറവ് വരരുത് എന്ന് കടക്കാരൻ വിചാരിക്കുന്നു. അതിൽ തട്ടിപ്പുകാരുണ്ടാകാൻ കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിനാൽ ഈ വക കുറവുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനായിട്ട് ഒരല്പം കൂടെ ഇട്ട് കൊടുക്കും. മുൻതൂക്കം, വാശി എന്നൊക്കെ പറയും. ഇത് ഭാരതം മൊത്തമുള്ള ഒരു മൂല്യമാണ്. ഭാരതീയനായി ഏത് മനുഷ്യനും ഏത് മുക്കിലും മൂലയിലും, പഞ്ചാബി കേരളത്തിൻ്റെ ഒരു കുഗ്രാമത്തിൽ വന്നിട്ട് ഇത് കണ്ടാൽ പഞ്ചാബിക്ക് പോലും മനസ്സിലാവും എന്തുകൊണ്ടിത് ചെയ്യുന്നു. ഇതാണ് സംസ്കാരം. അല്ലാതെ പഞ്ചാബി ചപ്പാത്തി തിന്നു, ഞാൻ ചോറ് കഴിച്ചു, അയാൾ സബ്ജി തിന്നു, ഞാൻ അവിയലുണ്ടാക്കി, ഇതൊന്നും സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ആയിക്കൂടായുകയുമില്ല. ചിലതൊക്കെ അങ്ങനെ ആയി എന്നും വരാം. അപ്പോൾ വേഷം, ഭാഷ, ഭക്ഷണം ഇതൊന്നും നോക്കിയല്ല സംസ്കാരം തീരുമാനിക്കുന്നത്. ഭാരതത്തിൻ്റെ സംസ്കാരം അതിൻ്റെ മൂല്യങ്ങളുടെ സഞ്ചയമാണ്. അതിൽ നല്ലതും ചീത്തയുമുണ്ട്, അതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ ഇറ്റലിക്കാരനോട്, നേരത്തെ പറഞ്ഞ ആളിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സംസ്കാരത്തിന് ഒരു കുറവുമുണ്ട്. പരസ്യമായിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മറവിൽ ഭാരതത്തിലെ സകല പുരുഷന്മാരും മൂത്രമൊഴിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു ഇലക്ട്രിക് പോസ്റ്റ് കിട്ടിയാൽ അതിൻ്റെ മറവിൽ മൂത്രമൊഴിക്കും. ചീത്ത സ്വഭാവമാണ്, പക്ഷേ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, പടിഞ്ഞാറ് കച്ച് മുതൽ കിഴക്ക് കാമരൂപ് വരെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പോയി നോക്കുക. ഞാനിവിടെയൊക്കെ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഭാരതത്തിലെ പുരുഷന്മാരിങ്ങനെ മൂത്രമൊഴിക്കും. ചീത്ത കാര്യമാണ്, പക്ഷേ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. മാറ്റിയെടുക്കേണ്ടതാണ്, പക്ഷേ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. നല്ലതും ചീത്തയും ഉണ്ട് സംസ്കാരത്തിൽ. ഇറ്റലിക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പരസ്യമായിട്ട് മൂത്രമൊഴിക്കുമോ? അയാൾ പറഞ്ഞു ഇല്ല. പക്ഷേ അവർ എങ്ങും എത്താത്ത 2 തുണിക്കഷ്ണമായിട്ട് അവരുടെ പെണ്ണുങ്ങൾ കടപ്പുറത്ത് കുളിക്കാൻ പോകും. നമ്മുടെ പെണ്ണുങ്ങൾ പോകുമോ? പോകില്ല. അവരുടെ സംസ്കാരത്തിനും ചില പോരായ്മകളുണ്ട്, ചില നല്ലതുണ്ട്. നമ്മുടെ സംസ്കാരത്തിനും ചില പോരായ്മകളുണ്ട്, ചില നല്ലതുണ്ട്. നമ്മളുടെ സംസ്കാരം യുണീക്കാണ്, നമുക്ക് മാത്രമുള്ളതാണ്. ആ സംസ്കാരമാണ് നമ്മളെ ഒരു രാഷ്ട്രമായിട്ട് നിലനിർത്തിയത് ചരിത്രാതീത കാലം മുതൽ. ഭാരതം, ഇന്ത്യ, ഹിന്ദുസ്ഥാൻ, ഈ പേരുകളൊക്കെ നമ്മുടെ ഈ ഭരണഘടനയൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് വന്നതാണ്. അതെന്ന് വന്നു എന്ന് പോലും ആർക്കും അറിയില്ല ഈ പേരുകളൊന്നും. അതുകൊണ്ട് ഭാരതമില്ല, സംസ്ഥാനങ്ങളേ ഉള്ളൂ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് എന്നൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മിനിമം ഭാഷയിൽ പറഞ്ഞാൽ വിവരക്കേടാണ്. ഈ മനുഷ്യന് ഒന്നും അറിഞ്ഞുകൂടാന്ന് മാത്രമല്ല, മാനസികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ അടിമയായിട്ട് മാറിയിരിക്കുന്നു. അതിനാൽ നരേന്ദ്രമോദി എന്ത് ചെയ്തു? ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവെ ദേശീയവാദികളുടെ വിശദീകരണങ്ങളാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് സമാധാനമാകുമല്ലോ. രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയുടെ അച്ഛനാണല്ലോ ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഭാരതത്തെപ്പറ്റി, രാഷ്ട്രത്തെപ്പറ്റി, നേഷൻ, അതിനെപ്പറ്റി എന്ത് പറഞ്ഞു എന്നുള്ളത് നരേന്ദ്രമോദി വിശദീകരിക്കുന്നു. അദ്ദേഹം അത് എടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ പുസ്തകം ഭാരത് എ ഖോജ്, ഡിസ്കവറി ഓഫ് ഇന്ത്യ. അത് സീരീസായിട്ട് ദൂരദർശനിലൊക്കെ വന്നിരുന്നു, ഭാരത് എ ഖോജ്. ഇതൊക്കെ ഒരു കാലം. ഏതായാലും പാവൻ രാഹുൽ ഗാന്ധിക്ക് അതൊന്നും അറിയില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി ആ പുസ്തകത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നു.
ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. माननीय अध्यक्ष जी, सदन में राष्ट्र को लेकर बातें हुई, ये बातें हैरान करने वाली है. मैं मेरी बात रखने से पहले एक बात दोहराना चाहता हूं और मैं कोट कर रहा हूं. यह जानकारी बेहद हैरत में डालने वाली है कि बंगाली, मराठे, गुजराती, तमिल, आंध्र, उड़िया, असमी, कन्नड़, मलयाली, सिंधी, पंजाबी, पठान, कश्मीरी, राजपूत और हिंदुस्तानी भाषा भाषी जनता से बसा हुआ विशाल मध्य भाग कैसे सैकड़ों वर्षों से अपनी अलग पहचान बनाए हैं. इसके बावजूद इन सबके गुण दोष कमोबेश एक से हैं. इसकी जानकारी पुरानी परंपरा और अभिलेखों से मिलती है. साथ ही इस पूरे दौरान वे स्पष्ट रूप से ऐसे भारतीय बने रहे जिनकी राष्ट्रीय विरासत एक ही थी और उनकी नैतिक और मानसिक विशेषताएं भी समान थी. ജവഹർലാൽ നെഹ്റു പറയുന്നു, ഈ ബംഗാളി, ആസാമി, കാശ്മീരി, സിന്ധി, പഞ്ചാബി, തമിഴൻ, മലയാളി ഇവരെല്ലാവരും നൂറ്റാണ്ടുകളായിട്ട് ഒരു രാഷ്ട്രമായിട്ട് ഏക മനസ്സോടെ ജീവിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. അത് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആര് പറയുന്നു? ജവഹർലാൽ നെഹ്റു പറയുന്നു. ഇത്രയും കാലത്തെ പാരമ്പര്യത്തിൽ ഇവർ ഏക മനസ്സോടെ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതകരമാണ്. രാഷ്ട്രീയ പാരമ്പര്യം, ഇതാണ് നെഹ്റു ഉപയോഗിക്കുന്ന വാക്ക്. രാഷ്ട്ര പാരമ്പര്യം, രാഷ്ട്രീയ വിരാസത്ത് എന്ന് പറയുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സഞ്ചിത സംസ്കാരം എന്നർത്ഥം. രാഷ്ട്രത്തിന് ഒരു സഞ്ചിത സംസ്കാരം ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രം വേണ്ടേ? ആ രാഷ്ട്രം ഉണ്ട് എന്നല്ലേ ജവഹർലാൽ നെഹ്റു പറയുന്നത്? അത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നു എന്നല്ലേ പറയുന്നത്? ഈ ഭാഷാ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിട്ടും ഏക മനസ്സോടുകൂടി ഭാരതീയർ എന്ന പേരോടുകൂടി അവർ ജീവിക്കുന്നത് അത്ഭുതകരമാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നു. ഇതെല്ലാം ഉള്ളപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊന്നൊന്നുമല്ല, ഇത് പലരും കൂടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. വാസ്തവത്തിൽ പേടിപ്പെടുത്തുന്ന ആശയങ്ങളാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞത്. ഇത് അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യമല്ല. അതാണ് നരേന്ദ്രമോദി വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രസങ്കല്പം, യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രസങ്കല്പം അതെന്താണെന്നും വളരെ ചുരുക്കം വാക്കുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. हमारे नैतिक और मानसिक विशेषताएं एक है. क्या बिना राष्ट्र के ये संभव है? इस सदन का ये कहकर भी अपमान किया गया कि हमारे संविधान में राष्ट्र शब्द नहीं आता. संविधान की प्रस्तावना में लिखा राष्ट्र पढ़ने में ना आए, ये हो नहीं सकता है. कांग्रेस ये अपमान क्यों कर रही है, मैं इस पर विस्तार से अपनी बात रखूंगा. माननीय अध्यक्ष जी, राष्ट्र कोई सत्ता या सरकार की व्यवस्था नहीं है. माननीय अध्यक्ष जी, हमारे लिए राष्ट्र एक जीवित आत्मा है. രാഷ്ട്രം നമുക്ക് ജീവസുറ്റ ഒരു സങ്കല്പമാണ്. രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ ചിതി എന്ന് വിളിച്ചവരാണ് നമ്മൾ. രാഷ്ട്രം എന്നതിന് സ്വയം പ്രകാശിക്കുന്നത് എന്നും അർത്ഥമുണ്ട്. സംസ്കൃതത്തിൽ രാജൃദീപ്തവു എന്ന് പറയും. ശബ്ദം വരുന്നിടത്ത് സ്വയം പ്രകാശിക്കുന്നത് എന്ന അർത്ഥമുണ്ട്. സ്വയം വെളിപ്പെടുത്തുന്നതാണ് രാഷ്ട്രം. അത് ഗവൺമെൻ്റ് അല്ല, ഭരണകൂടമല്ല. പലർക്കും അവർ തെറ്റിദ്ധാരണയുണ്ട്, രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ്. അല്ല, ഭരണകൂടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രം നിലനിൽക്കും. ആരൊക്കെയോ ഭരിക്കുമ്പോഴും നമ്മൾ കാശിക്ക് തീർത്ഥയാത്ര പോയിക്കൊണ്ടിരുന്നു, ഇല്ലേ? ഇപ്പോഴും ആരൊക്കെയോ ഭരിക്കുമ്പോൾ നമ്മൾ തിരുപ്പതിക്ക് തീർത്ഥയാത്ര പോകുന്ന വഴിക്ക് ഏതൊക്കെ ജില്ലാ കളക്ടറുടെ ജില്ലയിൽ കൂടെ കടന്നു പോകുന്നു നമ്മൾ നോക്കാറുണ്ടോ?
അവിടെ ജില്ലാ കളക്ടർ ആരായാലും എന്താ, SP ആരായാലും നമുക്കെന്താ? നമ്മളതിലെ കടന്നു പോകുന്നു, തിരുപ്പതിയിൽ പോകുന്നു, തൊഴുന്നു, വഴിപാട് കഴിക്കുന്നു, തിരിച്ചു വരുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് ഭരണകൂടമാണ് രാഷ്ട്രം എന്ന് പറയരുത്. അതല്ല ശരി. ഭരണകൂടമല്ല, ഭരണഘടനയുമല്ല രാഷ്ട്രം. മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതും രാഷ്ട്രമല്ല. രാഷ്ട്രം എന്ന് പറയുന്നത് ജനസമൂഹത്തിൻ്റെ, ഭാരതീയരുടെ ആത്മാവാണ്. ഭാരതീയരുടെ കൂട്ടായ ഒരു ആത്മാവിനൊരു പേരുണ്ടെങ്കിൽ അതിനെ ഭാരതം എന്ന് വിളിക്കാം. ഭാരതം ഒന്നായിട്ട് നിൽക്കുന്നത് ഭരണഘടന ഉള്ളത് കൊണ്ടല്ല. ഭരണഘടനയ്ക്കും അതിലൊരു പങ്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റും. ഭരണഘടന നിലവിൽ വന്നത് 1950-ലാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ രാഷ്ട്രം ഉണ്ടായിരുന്നില്ലേ? ഭരണഘടന വഴിക്കാണോ രാഷ്ട്രം ഉണ്ടായത്? അല്ല. രാഷ്ട്രത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഭരണഘടന. ഭരണഘടനയുടെ സൃഷ്ടി അല്ല രാഷ്ട്രം. അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഇതെല്ലാം നിയമമാക്കി മാറ്റാനുള്ള ഒരു അടിസ്ഥാന സംഹിതയുണ്ടാക്കി, അതിൻ്റെ പേരാണ് ഭരണഘടന. അതിൽ നിന്ന് പിന്നെ മറ്റ് നിയമങ്ങളുണ്ടാക്കി. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ബാധകമല്ല. രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് വെറും അഡ്ജസ്റ്റ്മെൻ്റാണ്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിലനിൽക്കുക. ലോകത്ത് എത്ര രാഷ്ട്രങ്ങൾ പൊട്ടിത്തെറിച്ച് കഷ്ടമായി പോയത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഭരണകൂടമല്ല രാഷ്ട്രം. രാഷ്ട്രം എന്ന് പറയുന്നത് സാംസ്കാരികമായ ഒരാശയമാണ്. ആ സംസ്കാരത്തെ തകർക്കുന്ന പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടെ ചെയ്യുന്നത്. ഋഗ്വേദത്തിൽ തന്നെ, വേദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 300 സ്ഥലത്ത് രാഷ്ട്രം എന്നുള്ള വാക്കുണ്ട്. രാഷ്ട്രം, രാഷ്ട്രീയം, രാഷ്ട്രത്വം, ഇങ്ങനെ പലവിധ വാക്കുകൾ വേദങ്ങളിൽ തന്നെ കാണാൻ പറ്റും. അന്നു മുതൽ തുടങ്ങിയതാണ്. പക്ഷേ കൃത്യമായിട്ട് ഇതിൻ്റെ അതിർത്തി നിർവചിച്ച് തുടങ്ങിയത് രാമായണ കാലം മുതലാണ്. ഏകദേശം സുവ്യക്തമായിട്ട് ഇത് വന്നിരിക്കുന്നത് വിഷ്ണു പുരാണത്തിലെ ഒരു ശ്ലോകത്തിലുമാണ്. പ്രധാനമന്ത്രി അതും എടുത്തു പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. विष्णु पुराण में कहा गया है, ये किसी भाजपा वाले ने नहीं लिखा है। उत्तरम यत् समुद्रस्य हिमाद्रश्चैव दक्षिणम वर्ष तद भारतम नाम भारती यत्र संतति. അപ്പോൾ വിഷ്ണു പുരാണത്തിൽ ഉത്തരം യത് സമുദ്രസ്യ, സമുദ്രത്തിന് വടക്ക്, ഹിമാദ്രേശ്ചൈവ ദക്ഷിണം, ഹിമവാൻ്റെ തെക്ക്, ഇതാണ് 2 അതിരുകൾ പറഞ്ഞിരിക്കുന്നത്. വർഷം തദ് ഭാരതം നാമ, ഈ സ്ഥലത്തിന് ഭാരതം എന്ന് പേര്. ഭാരതി എത്ര സന്തതി, ഇതിൻ്റെ സന്തതികളെ ഭാരതീയർ, ഭാരതി എന്ന് വിളിക്കുന്നു. ഇത്രയും ലളിതമായിട്ട് പറഞ്ഞു വെച്ച കാര്യം ഇന്നും രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരുടെ തലയിൽ കയറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വളരെ ഗൂഢമായ ഒരു പദ്ധതിയാണ് രാഷ്ട്രത്തെ തകർക്കാൻ. ഇവിടെയാണ് അർബൻ നക്സൽസിൻ്റെയും ജിഹാദികളുടെയും എല്ലാം പ്രവർത്തനം. ഇതിനിവർക്ക് കൊടപിടിക്കാനും ചൂട്ടുപിടിക്കാനുമായിട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ, വലിയ ഗ്രന്ഥങ്ങൾ, വിദേശ ബുദ്ധിജീവികൾ, വിദേശ സംഘടനകൾ നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാനായിട്ട് പണം മുടക്കുന്നു. ഇവിടെയുള്ളവർക്ക് പണം കൊടുക്കുന്നു. അവരെല്ലാം പണം വാങ്ങിക്കൊണ്ട് ഇതിൻ്റെ പ്രചരണം നടത്തുന്നു. അങ്ങനെ പണം കൊടുത്ത് ഭാരതത്തെ ഛിന്ന ഭിന്നമാക്കാൻ ടുക്കഡേ ടുക്കഡേ ഗാങ്, കഷ്ണം കഷ്ടമാക്കാനുള്ള ഗാങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നു. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലോക്സഭയിൽ ചെയ്തത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിഷ്ണു പുരാണം എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പനല്ലേ, മോശമല്ലേ? അതിലെ ശ്ലോകം വായിക്കുക. ഒന്നാമത് സംസ്കൃതം എന്ന് പറഞ്ഞാൽ തന്നെ സവർണ ഫാസിസ്റ്റുകളൊരു ഭാഷയാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ വായിക്കില്ല, എനിക്കതൊന്നും പിടിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർക്കൊരു തോന്നലുണ്ടാവാം. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇനി വിഷ്ണു പുരാണം നിങ്ങൾക്ക് ഇഷ്ടമല്ല, അലർജി ആണെങ്കിൽ ഞാൻ വേറെ പറയാം എന്ന് പറയുന്നു. ആ പറച്ചിൽ നമുക്കൊന്ന് കേൾക്കാം. विष्णु पुराण का ये श्लोक अगर कांग्रेस के लोगों को स्वीकार्य नहीं है तो मैं एक और कोट इस्तेमाल करूंगा, क्योंकि कुछ चीजों से आपको एलर्जी हो सकती है. मैं कोट कह रहा हूं, एक क्षण आता है मगर इतिहास में विरल ही आता है
जब हम पुराने से बाहर निकलकर नए युग में कदम रखते हैं, जब एक युग समाप्त हो जाता है. വിഷ്ണു പുരാണം കോൺഗ്രസ്സുകാർക്ക് അലർജിയാണെങ്കിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പഴയൊരു പ്രസംഗത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. ആ പ്രസംഗം വിഖ്യാതമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രിയിൽ നെഹ്റു നടത്തിയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുന്നത്. ഞാൻ സമയക്കുറവ് കൊണ്ട് മുഴുവൻ അത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. ആശയം ഇത് തന്നെയാണ്. നെഹ്റു പറയുന്നു, ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം വരും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു രാഷ്ട്രം കാൽ വയ്ക്കുന്ന ഒരു നിമിഷം വരും. ആ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇതൊക്കെയാണ് നെഹ്റുവിൻ്റെ ആശയങ്ങൾ. ഏതാണ് ആ രാഷ്ട്രം? ആ രാഷ്ട്രം ഏതാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറാവാത്ത കൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം മറ്റുള്ളവർ ബുദ്ധിമുട്ടാതെ തന്നെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റാര് പറയുന്നത് വകവെച്ചില്ലെങ്കിലും ജവഹർലാൽ നെഹ്റു പറഞ്ഞതെങ്കിലും വകവയ്ക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണോ വേണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ഏതായാലും ഭാരതത്തിലെ ജനങ്ങൾ ഈ നാടകത്തിന് കൂട്ടുനിൽക്കാൻ പോകുന്നില്ല. ശക്തമായ ഒരു രാഷ്ട്രത്തിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ രണ്ടാമതും പ്രധാനമന്ത്രിയായി അവർ കൊണ്ടുവന്നത്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തീരാത്ത വഴക്കുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം സാധാരണ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാൻ ഒരു പാസ്പോർട്ട് വരുന്ന കാലം എത്ര ശോചനീയമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം. അഡ്ജസ്റ്റ്മെൻറ്റാണ്. നിനക്കെന്ത് വേണമെന്ന് നീ പറ, എനിക്കെന്ത് വേണമെന്ന് ഞാൻ പറയാം. ഇത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലാണല്ലോ ഇത് ചെയ്യാറുള്ളത്. സംസ്ഥാനങ്ങൾ തമ്മിലല്ലല്ലോ, ജില്ലകൾ തമ്മിലല്ലല്ലോ. പക്ഷേ അതുവരെ ചെയ്യണമെന്നുള്ള അർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രസങ്കല്പവുമായിട്ട് നടക്കുന്നത്. രാഷ്ട്രമേ ഇല്ല. രാഹുൽ ഗാന്ധി തുറന്നു പറയുന്നു, നേഷൻ എന്നുള്ള വാക്ക് ഭരണഘടനയിലില്ല, ഉണ്ടാവില്ലല്ലോ. ഭരണഘടനയല്ലല്ലോ നേഷൻ. നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള വാക്കൊക്കെ ഉണ്ട്. ആ സമയത്ത് എന്താണ് നാഷണൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ഇതൊന്നും പഠിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യാതെ രാഹുൽ ഗാന്ധി കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കൊടുത്തത് അതുപോലെ തത്ത പോലെ ആവർത്തിക്കുന്ന ഒരു സീനാണ് നമ്മളെല്ലാം കണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ പിടിയിൽപ്പെട്ട് കോൺഗ്രസ് ശ്വാസം മുട്ടുകയാണ്. ഒരുപക്ഷെ ശ്വാസം മുട്ടുകയല്ല, അതാണ് സന്തോഷം എന്നവർ വിചാരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഏതായാലും രാഷ്ട്രത്തെ ഇതുപോലെ അപകടകരമായ ചിന്താഗതിയുള്ളവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. ലോക്സഭയിൽ നടന്ന ഈ ഡിബേറ്റ്, രാഷ്ട്രം എന്ന സങ്കല്പത്തെ പറ്റിയുള്ള ഈ ഡിബേറ്റ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടണമെന്നാണ് പൊളിച്ചെഴുത്തുകാരൻ്റെ ആഗ്രഹം. ഇപ്പോൾ കേരളത്തിലും ഈ പ്രവണത വല്ലാതെ വർദ്ധിച്ചു വരുന്നു. എന്ത് ഇന്ത്യ, എന്ത് ഭാരതം? ഇത് കേരളമാണ്. കേരളം വേറെയാണ്. കേരളത്തിന് തനതായ സംസ്കാരമുണ്ട്. ഇല്ല സാർ, ഭാരതത്തിൻ്റെ സംസ്കാരമാണ് കേരളത്തിനും. കേരളീയർ കഞ്ഞി കുടിക്കുന്നു, ചമ്മന്തി കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് വേറെ സംസ്കാരമാണ് എന്ന് വിചാരിക്കരുത്. പഞ്ചാബിന് വേറെ സംസ്കാരമുണ്ട് എന്നുള്ള പ്രചരണം, കാശ്മീരിന് വേറെ സംസ്കാരമുണ്ട്, തമിഴ്നാടിന് വേറെ സംസ്കാരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം വേറെ രാജ്യങ്ങളാണ്, രാഷ്ട്രങ്ങളാണ്. ഇത് ചേർന്ന അഡ്ജസ്റ്റ്മെൻറ്റാണ് ഭാരതം. ഇത് ഒറിജിനലി കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയമാണ്. ഇങ്ങനെ ഭാരതത്തെ വിഘടിപ്പിക്കാൻ, ഭാരതത്തിൻ്റെ അഖണ്ഡത ഇല്ലാതാക്കാൻ ഇന്ന് കോൺഗ്രസും കൂടെ അവരുടെ കൂടെ കൂടിയിരിക്കുന്ന ദയനീയ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഫലത്തിൽ ഭാരതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് പ്രശ്നവും എടുത്തു നോക്കൂ, ദേശീയതയും ദേശവിരുദ്ധതയും തമ്മിലുള്ള യുദ്ധമാണ് നിരന്തരമായിട്ട് ഭാരതത്തിൽ നടക്കുന്നത്. ഇതിൽ ദേശീയതയ്ക്ക് ജയിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ ദേശം നിലനിൽക്കുകയുള്ളൂ. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.